എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കേട്ടറ്റിൻ്റെ സയൻസിൻ്റെ ഭാഗങ്ങളാണ്. കാറ്റഗറി 1ൻ്റെ സയൻസിൻ്റെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇന്ന് വോയിസ് ആണ് ഇടുന്നത്. മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി. മണ്ണ് ദിനം ഡിസംബർ 5. കന്നുകാലി പരിപാലനം. കന്നുകാലികളെ പാലിനും മാംസത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി പരിപാലിക്കുന്നു. പ്രധാന കന്നുകാലി ഇനങ്ങൾ: പശു ജേഴ്സി, ഫ്രീഷ്യൻ, വെച്ചൂര്; എരുമ മുറ, നീലിരവി, ഗോദാവരി; ആട് തലശ്ശേരി, ജംനാപാരി, ബോയർ. ഇനി പക്ഷി പരിപാലനം. പ്രധാനപ്പെട്ട കോഴി ഇനങ്ങളാണ് അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ. കോഴി ഇനങ്ങളുടെ പേരാണ്. താറാവ് ഇനങ്ങൾ മസ്ക് രവി, ചാര, ചെമ്പല്ലി. കാട ഇനങ്ങളുടെ പേരാണ് ജപ്പാനീസ്, ബോംബ് വൈറ്റ്. ഇനി സെറികൾച്ചർ. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ പട്ടുനൂൽപ്പുഴു വളർത്തലാണ് സെറികൾച്ചർ. ഇനി പിസികൾച്ചർ. പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ മത്സ്യം വളർത്തുന്നതിന് രീതിനെ പറയുന്നതാണ് പിസിക്കൾച്ചർ. ഇനി ഫ്ലോറിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷി രീതി. മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ വിപണന സാധ്യതയുള്ള പൂക്കളാണ്. എപ്പിക്കൾച്ചർ. തേനീച്ച വളർത്തലാണ് എപ്പിക്കൾച്ചർ. ഇനി ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ മുയൽ വളർത്തുന്ന രീതിയാണ് ക്യൂണിക്കൾച്ചർ. മഷ്റൂം കൾച്ചർ. അത് കൂൺ വളർത്തുന്ന രീതിയാണ് മഷ്റൂം കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടിക്കൾച്ചർ. ഇനി വെർമി കൾച്ചർ മണ്ണിര കൃഷി. സിൽവികൾച്ചർ വനവൽക്കരണം. വിറ്റിക്കൾച്ചർ മുന്തിരി. മോറിക്കൾച്ചർ മൾബറി. വെർമിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ മണ്ണിര കൃഷി. സിൽവികൾച്ചർ എന്ന് പറഞ്ഞാൽ വനവൽക്കരണം. വിറ്റിക്കൾച്ചർ മുന്തിരി. മോറിക്കൾച്ചർ മൾബറി. ഇനി ബോൺസായി കൃഷി എന്ന് പറഞ്ഞാൽ വൻ വൃക്ഷങ്ങളെ പോലും ഏതാനും സെൻറ്റിമീറ്ററുകൾ മാത്രം ഉയരത്തിൽ മുരടിപ്പിച്ചു വളർത്തുന്ന കൃഷിരീതിയാണ് ബോൺസായി കൃഷി. ഒരു സസ്യത്തിൻ്റെ കോശമോ കലയോ ഭാഗമോ ഉപയോഗിച്ച് ധാരാളം തൈച്ചെടികൾ പരീക്ഷണശാലയിൽ നിർമ്മിച്ചെടുക്കുന്നതാണ് ടിഷ്യൂ കൾച്ചർ. ഇനി അടുത്തത് പരുത്തി. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന 4 വിളയാണ് പരുത്തി. ചണം. ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ചണച്ചെടിയുടെ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്. സംയോജിത കൃഷി. കൃഷിയും കന്നുകാലി വളർത്തലും കേരളത്തിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന സംയോജിത കൃഷിരീതിയാണ്. നെൽകൃഷിയോടൊപ്പം പശുക്കളെയും എരുമകളെയും വളർത്താം. തെങ്ങിൻ തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ തീറ്റപ്പുൽ കൃഷി ചെയ്യാം. നെൽകൃഷിയിൽ നിന്നും ലഭിക്കുന്ന വൈക്കോൽ, നെല്ല് കുത്തിയ ശേഷം ലഭിക്കുന്ന തവിട് എന്നിവ കന്നുകാലികൾക്ക് തീറ്റയായിട്ട് നൽകാം. തെങ്ങിൻ തോപ്പിൽ ആട്, താറാവ്, കോഴി എന്നിവയെ വളർത്താം. ഇതാണ് സംയോജിത കൃഷി. ഒരേ സമയത്ത് ഒന്നിലധികം കൃഷി രീതി ചെയ്യുന്നത് പരസ്പരം കണക്ഷൻ ഉണ്ടായില്ലേ. ഇപ്പോൾ പശുവിൻ്റെ കാര്യങ്ങളുടെ ഒപ്പം തന്നെ ഈ കന്നുകാലികൾക്ക് ഇപ്പോൾ നെൽകൃഷി ചെയ്താൽ കന്നുകാലികൾക്ക് അത് തീറ്റയൊക്കെ ആയിട്ട് കൊടുക്കാം. ഇനി ധവള വിപ്ലവം പാലുൽപാദനം. ധവള വിപ്ലവം പാലുൽപാദനം. നീലവിപ്ലവം മത്സ്യോൽപാദനം. നീലവിപ്ലവം മത്സ്യോൽപാദനം. മഞ്ഞ വിപ്ലവം എണ്ണക്കുരു. മഞ്ഞ വിപ്ലവം എണ്ണക്കുരു. രജത വിപ്ലവം മുട്ട. രജത വിപ്ലവം മുട്ട. തവിട്ട് വിപ്ലവം രാസവളം തുകൽ. തവിട്ട് വിപ്ലവം രാസവളം തുകൽ. ഹരിത വിപ്ലവം കാർഷികോൽപാദനം. ഹരിത വിപ്ലവം കാർഷികോൽപാദനം. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യൻ. ധവള വിപ്ലവത്തിൻ്റെ പിതാവാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ഡോക്ടർ നോർമൻ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇതുണ്ടാവാറുണ്ട് കേട്ടോ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യയിലാകമാനം 3 വിളവെടുപ്പ് കാലങ്ങളാണുള്ളത്. ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ് എന്ന് പറഞ്ഞാൽ ജൂൺ മാസത്തിൽ വിളവിറക്കിയിട്ട് നവംബറിൽ വിളവെടുക്കുന്നു.
പരുത്തി, നിലക്കടല, ചണം, എള്ള്, നെല്ല്, കരിമ്പ്, സോയാബീൻ, മഞ്ഞൾ, തിനവിളകൾ. ഇതൊക്കെയാണ് ഖാരിഫ് വിളയായിട്ടുള്ളത്. ഇനി റാബി എന്ന് പറഞ്ഞാൽ നവംബർ മാസത്തിൽ വിളവ് ഇറക്കിയിട്ട് മാർച്ചിൽ വിളവ് എടുക്കുന്നു. ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, ബാർലി, കടുക്, പുകയില അങ്ങനത്തെയാണ്. സെയ്ദ് എന്ന് പറഞ്ഞാൽ ഖാരിഫിനും റാബിക്കും ഇടയിൽ കൃഷി ചെയ്യുന്ന ഇടക്കാല വിളകളാണ്. പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, തണ്ണിമത്തൻ തുടങ്ങിയവ. ഇനി അടുത്തതായിട്ട് അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗമേത്? കുഷ്ഠമാണ് അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം. പകരുന്ന രീതിയിൽ പരക്കുന്ന രോഗങ്ങൾ. എങ്ങനെയൊക്കെയാണ് രോഗങ്ങൾ പരക്കുന്നതെന്ന് നോക്കാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ ബോക്സ്, ക്ഷയം, ഡിഫ്തീരിയ എന്നിവ. വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറ, വയറിളക്കം. കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. സമ്പർക്കം മുഖേന വരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണ്, കുഷ്ഠം എന്നിവ. കോളറയ്ക്ക് ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏത്? വൈറസാണ്.